വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന മതം, ദീൻ എന്നത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്തതിനെ ഒരാൾ മതമായി സ്വീകരിക്കുന്നുവെങ്കിൽ അവനിൽ നിന്നത് അള്ളാഹു സ്വീകരിക്കുകയില്ല. നാളെ ആഖിറത്തിൽ പരാജിതരുടെ കൂട്ടത്തിലായിരിക്കും അത്തരക്കാർ ഉണ്ടാവുക എന്നത് നേർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അത് കേവലം ഒരു അവകാശവാദമല്ല. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ അകപ്പെട്ടു പോകുന്ന എന്തെല്ലാം അബദ്ധവിശ്വാസങ്ങളുണ്ടോ, അത്യാചാരങ്ങളുണ്ടോ, അനാവശ്യങ്ങളുണ്ടോ, എല്ലാം മനുഷ്യനെ മുക്തമാക്കുന്ന ശുദ്ധമായ ഹിദായത്തിന്റെ ഒരു വഴി വിശുദ്ധരായ പ്രവാചകന്മാരിലൂടെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ സ്വയം ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണത്. ഒന്നാം മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ സർവ മനുഷ്യരോടുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം എന്നിൽ നിന്നുള്ള ഹിദായത്തിന്റെ വഴി. പ്രയോഗം അങ്ങനെയാണ്. എന്നിൽ നിന്നുള്ള ഹിദായത്ത്, സന്മാർഗം, ജീവിത വഴി. ആ ജീവിതമാർഗം അല്ലെങ്കിൽ ആ വഴിത്താര നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യ വിജയത്തിന്റെ ആധാരം. ആ ഹിദായത്തിന്റെ പേരാണ് ഇസ്ലാം എന്നുള്ളത്. നമുക്കറിയാം, അത് മാനവ വിജയത്തിന്റെ സന്ദേശമാണ്. സാധാരണ പൊളിറ്റിക്കലായി ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. ലോകത്തിന്റെ മുന്നിൽ പല ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും കടന്നു വന്നു. ക്യാപിറ്റലിസം പോലെ, കമ്മ്യൂണിസം പോലെ നിരവധി പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് കടന്നു വന്നെങ്കിലും ഒരു നൂറ്റാണ്ടുകാലം തികക്കുന്നതിന് മുമ്പ് അത്തരം ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെല്ലാം അടിപതറി നിലത്ത് വീണു. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസം പരാജയപ്പെട്ടെടുത്ത്, കമ്മ്യൂണിസം പരാജയപ്പെട്ടെടുത്ത് ഇസ്ലാമിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിലോ ഏതെങ്കിലും ഒരു ലാബിലോ പരിശോധിച്ചുകൊണ്ട് ഇസ്ലാമിക വിജയത്തിന്റെ റിസൾട്ട് വരേണ്ടതില്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയം ഇനി ഒരു സമൂഹത്തിൽ പരീക്ഷിച്ചുകൊണ്ട് അറിയേണ്ടതല്ല. നേരെ മറിച്ച് അത് മാനവ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒന്നാം തീയതി തന്നെ ലോകത്തിന്റെ മുന്നിൽ അത് സക്സസ് ആണ് എന്നും സർവ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നും ഏതൊരു വഴികെട്ട സമൂഹത്തെയും നേർവഴിയിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ് എന്ന് വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ പല വിധത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഏതെല്ലാം ജീർണതകളുണ്ടോ ആ ജീർണതകളുടെ മുഴുവനും സംഗമ ഭൂമിയായിരുന്നു മക്ക. എല്ലാ ജീർണതകളും അവരിലുണ്ടായിരുന്നു. എല്ലാ ജാഹിലിയത്തും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിക ലോകത്ത്, അറബി ലോകത്ത്, സാഹിത്യ ലോകത്തൊക്കെ അറിയപ്പെട്ട അംർ ഇബ്നു കുൽസൂം മുഅല്ലഖാത്തുകൾ രചിക്കുന്ന കാലഘട്ടത്തിൽ, അറബി സാഹിത്യത്തിന്റെ കുലപതികൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കൊപ്പം അറബി സാഹിത്യത്തിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ജാഹിലിയത്തിനെ സംബന്ധിച്ച്. എന്താ അദ്ദേഹം പറഞ്ഞത്? അലാ ലാ യജ്ഹലന്ന അഹദുൻ അലൈനാ ഫനജ്ഹല ഫൗക ജഹ്ലിൽ ജാഹിലീന. ലോകത്ത് ഏതൊരു വിവരദോഷം
സ്വീകരിക്കുന്ന ആദർശമായി സ്വീകരിക്കുന്ന അറിവുകെട്ട സമൂഹം കടന്നു വന്നാലും, ജാഹിലിയത്തിന്റെ പുതപ്പണിഞ്ഞുകൊണ്ട് കൊള്ളരുതായ്മകളുടെ കൊടുമുടികളിൽ വാഴുന്ന ഏതൊരു തലമുറ ലോകത്ത് രൂപപ്പെട്ടാലും ഞങ്ങളുടെ ജാഹിലിയത്തിന് കടന്നു കയറാൻ അവർക്ക് കഴിയില്ല എന്നാണ്. ജാഹിലിയത്തിന്റെ വിഷയത്തിൽ അവർ ഹിമാലയങ്ങളാണ്, ജാഹിലിയത്തിന്റെ വിഷയത്തിൽ അവർ എവറസ്റ്റുകളാണ്. ആ രൂപത്തിൽ ജീവിച്ചവരാണ്. ഞങ്ങളെ കീഴടക്കാൻ ജാഹിലിയത്തിന്റെ വിഷയത്തിൽ മറ്റൊരു സമൂഹത്തിനും കഴിയില്ല എന്ന് കൃത്യമായി അവരെ നിരീക്ഷിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിലുള്ള മനുഷ്യർ തന്നെ ലോകത്ത് ഒരു അവകാശവാദമായി പോലും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്, ദീൻ കടന്നു വരുന്നത്, ഇസ്ലാം കടന്നു വരുന്നത്. ആ ഇസ്ലാം അവർക്കിടയിലേക്ക് കടന്നു വരുമ്പോ അതൊരു പ്രകാശമായിരുന്നു, അതൊരു വെളിച്ചമായിരുന്നു, അതൊരു തെളിച്ചമായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 1-ാം ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇذن റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ഇതൊരു കിതാബാണ്, ഇതൊരു മാനിഫെസ്റ്റോയാണ്, ഇത് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന വേദമാണ്. ഈ കിതാബിന്റെ പ്രത്യേകത അൻസൽനാഹു ഇലൈക, ഓ പ്രവാചക അങ്ങയിലേക്ക് നാം ഇത് ഇറക്കിയത്, ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, ജാഹിലിയത്തിന്റെ ഇരുളിൽ ജീവിക്കുന്ന കൊള്ളരുതായ്മകളുടെ കുരുട്ടിൽ ജീവിക്കുന്ന സമൂഹത്തെ നേരിന്റെ വഴിയിലേക്ക് വെളിച്ചത്തിലേക്ക് നയിക്കുവാനുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സങ്കല്പങ്ങളല്ല, ഏതെങ്കിലും മനുഷ്യന്റെ പഠനങ്ങളല്ല, ഗവേഷണ പ്രബന്ധങ്ങളല്ല, ഏതെങ്കിലും നദീതട സംസ്കാരമായി രൂപപ്പെട്ടു വന്നതുമല്ല. നേരെ മറിച്ച് ബിഇذن റബ്ബിഹിം, മനുഷ്യരെ പടച്ച റബ്ബ്, മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന്റെ അനുമതി പ്രകാരം അവതരിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ, ഈ വെളിച്ചം ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനായ അസീസായ പ്രതാപിയായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണ്, റബ്ബിന്റെ മാർഗത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ലോകത്തോട് ഇസ്ലാം അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന ആശയങ്ങളുണ്ട്. അത് ലോകത്ത് ഉത്തരാധുനികമായ കാലഘട്ടത്തിലും പ്രസക്തമാണ്. കാരണം മനുഷ്യന്റെ ജീവിതം കൊള്ളരുതായ്മകളിലേക്ക് പോകുന്നത് അവരുടെ അറിവുകേടിന്റെ ഇരുളിൽ അവർ ജീവിക്കുമ്പോഴാണ്. അവിടുന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോ സർവ്വമേഖലകളിലും, ഒരു വിഷയത്തിൽ മാത്രമല്ല, പള്ളിയുടെ ഉള്ളിൽ മാത്രമല്ല, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആരാധനാപരമായ ഏടുകളിൽ മാത്രമല്ല, നേരെ മറിച്ച് അവരുടെ സംസാരത്തിൽ, സംസ്കാരത്തിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ കച്ചവടത്തിൽ, അവരുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളിലും അത് പ്രകടമാണ്, പ്രസക്തമാണ്. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്യോപ്യയിലേക്ക് ചെല്ലുമ്പോ നജാശി എന്ന ആ കാലഘട്ടത്തിലെ രാജാവിന്റെ മുന്നിൽ നിൽക്കുമ്പോ സ്വാഭാവികമായും വിശ്വാസി സമൂഹത്തിനെതിരെ സംഘടിച്ചു വന്ന ഖുറൈശികൾ രാജാവിന്റെ മുന്നിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ, ആ കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോ, ആ കാലഘട്ടത്തിലെ മാന്യനായ രാജാവ് അദ്ദേഹം ഈ രൂപത്തിൽ ഏതെങ്കിലും പ്രോപ്പഗണ്ടകൾക്ക് പിന്നാലെ പോകുന്ന ആളായിരുന്നില്ല. നേരെ മറിച്ച് ആരെക്കുറിച്ചാണോ ആക്ഷേപം ഉന്നയിച്ചത്, ആരെക്കുറിച്ചാണോ വന്നവർ അപവാദം പറഞ്ഞത്, ആ സമൂഹത്തെ വിളിച്ചുകൊണ്ട് തന്നെ നേരന്വേഷണം നടത്തുകയാണ്, സത്യമന്വേഷിക്കുകയാണ്. ഇവര് പറയുന്നത്, ഈ ഖുറൈശികൾ പറയുന്നത്, നിങ്ങളെ കുറിച്ച് ആക്ഷേപിക്കുന്നത്, അവർ പടച്ചുവിടുന്ന ഈ പ്രോപ്പഗണ്ട അത് ശരിയാണോ എന്ന് അന്വേഷിച്ചപ്പോ നജാശി രാജാവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ട്, അയ്യുഹൽ മലിക്, ഓ രാജാവേ, കുന്നാ ഖൗമൻ അല ശിർക്ക് നഅ്ബുദൽ ഔസാൻ. ഇവര് പറയുന്നത് പോലല്ല കാര്യം. ഞങ്ങൾക്കൊരു ഇന്നലെയുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ജാഹിലിയത്തുണ്ടായിരുന്നു. ആ ജാഹിലിയത്തിൽ ഞങ്ങൾ ശിർക്കിൽ ജീവിച്ചവരാണ്. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് കൂറുകാരെ ഉണ്ടാക്കിയവരാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചവരും റബ്ബല്ലാത്തവർക്ക് നേർച്ച നേർന്നവരുമാണ്. അല്ലാഹുവല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തവരാണ്, ശകുനം നോക്കിയവരാണ്. ആ രൂപത്തിൽ ശിർക്കിന്റെ എല്ലാവിധ പുതപ്പും അണിഞ്ഞുകൊണ്ട്, കുപ്പായും അണിഞ്ഞുകൊണ്ട് ജീവിച്ചവരാണ്. നഅ്ബുദുൽ ഔസാൻ, വിഗ്രഹത്തെ ആരാധിച്ചവരാണ് ഞങ്ങൾ. മാത്രമല്ല വനഅ്കുലുൽ മൈത്തത, ശവം തിന്നവരാ ഞങ്ങൾ. ഞങ്ങൾക്ക് ആഹാര മര്യാദകൾ ഉണ്ടായിരുന്നില്ല, ഏത് ശവവും ഞങ്ങൾ തിന്നുമായിരുന്നു. മാത്രമല്ല വനുസീഉൽ ജിവാർ, അയൽപക്ക മര്യാദകൾ പാലിക്കാത്തവരായിരുന്നു ഞങ്ങൾ, അയൽവാസികളെ ഉപദ്രവിച്ചവരായിരുന്നു ഞങ്ങൾ.
വനസ്തഹില്ലുൽ മഹാരിമ വദ്ദിമാ, രക്തം ചിന്തിയവരാ ഞങ്ങൾ, കൊലവിളിച്ചവരാ ഞങ്ങൾ, ഗുണ്ടകളായി ജീവിച്ചവരാണ് ഞങ്ങൾ. അങ്ങനെ എല്ലാവിധ തോന്നിവാസങ്ങളും എല്ലാവിധ അത്യാചാരങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ഞങ്ങൾക്കിടയിലേക്ക് ഫബഅത്തല്ലാഹു ഇലൈനാ നബിയ്യം മിൻ അൻഫുസിനാ, ഞങ്ങൾക്കറിയുന്ന പ്രവാചകൻ, ഞങ്ങളുടെ കൂടെ ജീവിച്ച വ്യക്തിത്വമായ ഞങ്ങൾക്ക് സുപരിചിതനായ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. ആ പറഞ്ഞു വിട്ടപ്പോ അദ്ദേഹത്തെ ഞങ്ങൾക്കറിയാം. വനഅരിഫു വഫാഅഹു വസിദ്ഖഹു വഅമാനതഹു, അദ്ദേഹത്തിന്റെ സത്യസന്ധത ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രൗഢി ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ വിശ്വസ്തത ഞങ്ങൾക്കറിയാം. വിശ്വസ്തനായ അൽ അമീനായ ഞങ്ങൾക്കറിയുന്ന ആ പ്രവാചകൻ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. ഫദഅനാ ഇലാ അൻ നഅബുദല്ലാഹ വഹ്ദഹു, അദ്ദേഹം ആദ്യമായി ഞങ്ങളെ വിളിച്ചത് തൗഹീദിലേക്കാണ്. ഞങ്ങളെ സംസ്കരിക്കാൻ, ഞങ്ങളുടെ ഖൽബുകളെ സംസ്കരിക്കാൻ, ഞങ്ങളുടെ ചിന്തകളെ സംസ്കരിക്കാൻ ആവശ്യമായ ഹിദായത്തിന്റെ വഴിത്താരയിൽ പ്രധാനമായ തൗഹീദിലേക്കാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചത്. അൻ നഅബുദല്ലാഹ വഹ്ദഹു, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഞങ്ങളെ വിളിച്ചത്. വനസിലുർ റഹിമ, കുടുംബ ബന്ധങ്ങളെ ചേർക്കണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് കുടുംബം അറിയുമായിരുന്നില്ല. ഞങ്ങൾ ലിവിംഗ് ടുഗദറിന്റെ ആളുകളായിരുന്നു. കുറച്ചു കാലം ഒരു പെണ്ണുമായി രമിക്കും, അവിടെ മക്കൾ ഉണ്ടാകും, ഞങ്ങളുടെ വഴിക്ക് പോകും. അങ്ങനെ സിംഗിൾ പാരന്റ് ആയവർ ജീവിക്കും. ആ മക്കൾ എങ്ങനെയോ വളരും. അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കാണാതെ ജീവിച്ച ഞങ്ങൾക്ക് വനസിലുർ റഹിമ, കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല വനഹ്സുനുൽ ജിവാർ, അയൽവാസികളോട് മര്യാദക്ക് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു. വനുസല്ലി വനുസൂം, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിസ്കാരം നിർവഹിക്കണമെന്ന്, നോമ്പ് നോക്കണമെന്ന്, അങ്ങനെ വിശുദ്ധി പ്രാപിക്കണമെന്ന പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ജീവിതം കൊണ്ട് സമൂഹത്തിലുണ്ടായ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിന്റെ മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുമ്പോ നജാശി രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? ആ പ്രവാചകൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ? ആ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശിയുടെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാഫ് ഹാ യാ ഐൻ സാദ്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتغل الرأس شيبا ولم أكن بدعائك رب شقيا. മനോഹരമായ വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ ആദ്യ വചനങ്ങൾ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ ഫബക്കാ, നജാശി അവിടെ വെച്ചുകൊണ്ട് കരയുകയാണ്. നജാശി അവിടെ വെച്ചുകൊണ്ട് കരയുകയാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെയും വിശ്വാസികൾക്കെതിരെയും പ്രോപ്പഗണ്ട ഉണ്ടാക്കിക്കൊണ്ടുവന്ന അവിടെയുണ്ടായിരുന്ന ഖുറൈശ് പ്രമുഖന്മാർ നജാശിയുടെ മാറ്റം കണ്ട്, കരച്ചിൽ കണ്ട് നജാശി വീണ്ടും പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇതാ നജാശിയോട് പറയുകയാണ്, നജാശി നിങ്ങൾ കരുതുന്നത് പോലെയല്ല, ഇവർ ഈ മനോഹരമായ ഖുർആനൊക്കെ ഓതുന്നല്ലോ, പക്ഷേ നിങ്ങൾ ആദരിക്കുന്ന, നിങ്ങൾ ദൈവമായി കൊണ്ടു നടക്കുന്ന യേശുവിനെതിരെ സംസാരിക്കുന്നവരാണിവർ. യേശുവിനെതിരെ സംസാരിക്കുന്നവരാണിവർ. യേശുവിനെ ചീത്ത വിളിക്കുന്നവരാണിവർ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ സംസാരിക്കുന്നവരാരും ആണിവരെന്ന് പറയുമ്പോ നജാശി വീണ്ടും അന്വേഷിക്കുകയാണ് അവരോട്. എന്താ നജാശി ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾ ഈസാ നബിയെ പറയുന്നത്? ഈസാ നബിയെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ഈസാ നബിയെ പറ്റി എന്താ നിങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ആ കൊട്ടാരത്തെ വിറപ്പിച്ചുകൊണ്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രൗഢമായ പ്രഭാഷണം തുടരുകയാണ്. അതേ ഈസാ നബി എന്ന് പറഞ്ഞാൽ റൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ റൂഹാണ്. റൂഹുല്ലാഹ് എന്നാണ് ഞങ്ങൾ ഈസാ നബിയെ പറ്റി മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനാണ്. തൊട്ടിലിൽ കിടന്നു പോലും അദ്ദേഹം തന്റെ ഉമ്മയുടെ ചാരിത്രത്തെ സംശയിച്ചവർക്ക് മറുപടി പറഞ്ഞ വ്യക്തിത്വമാണ്. അവിടെ പോലും അദ്ദേഹം പറഞ്ഞത് ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ
വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സകാത്തി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം വേദം കൊണ്ടുവന്ന ആളാണ്, അദ്ദേഹം ഇൻജീലിന്റെ ആളാണ്, അദ്ദേഹം പ്രവാചകനാണ്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണം കഴിയുമ്പോൾ സിംഹാസനത്തിലിരുന്ന നജാശി എഴുന്നേറ്റ് താഴെ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞ വാചകം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹത്തിന്റെ ഖൽബ് ഏറ്റെടുക്കുകയാണ്, ഹൃദയം ഏറ്റെടുക്കുകയാണ്. ഒരു വേള അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ പരസ്യമായി പറയാനും തടസ്സമായി നിന്നപ്പോഴും ഖൽബ് കൊണ്ട് അത് ഏറ്റെടുക്കുകയാണ്. മനസ്സിലാക്കണം, ഇത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നടന്ന സംഭവമാണെങ്കിൽ ഇതൊരു ചെറിയ വിഷയമല്ല, ചെറിയൊരു കാര്യമല്ല. ലോകത്ത് നിലനിൽക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹുവിന്റെ കിതാബാണ് എന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തം ഇസ്ലാമിന്റെ ആദ്യ പടവുകൾ അത് താണ്ടിക്കിടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ലോകത്ത് പ്രൗഢമായി പ്രഖ്യാപിക്കുകയാണ്. നജാശിയുടെ കൊട്ടാരത്തിൽ നടന്ന സംസാരം അത് ലോകത്തോടുള്ള സംസാരമാണ്, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള സംസാരമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീകരതയുണ്ട്, ലോകം ആവശ്യപ്പെടുന്ന സമാധാനമുണ്ട്. എവിടെ നിന്നാണ് ആ സമാധാനം കിട്ടുക? എവിടെ നിന്നാണ് ആ സമാധാനം കിട്ടുക? അതേ, ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യം, ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ഏറ്റവും ശോഭനമായ മധുരമനോഹരമായ ആദർശം, അത് സ്വീകരിക്കുന്നിടത്താണ് സമാധാനം. കാരണം ലോകത്ത് പിൽക്കാലഘട്ടത്തിൽ ഉയർക്കൊണ്ട ഏതെല്ലാം ഭീകരതകളുണ്ടോ, ഏതെല്ലാം കൊള്ളരുതായ്മകളുണ്ടോ, ഏതെല്ലാം അടിഞ്ഞാട്ടങ്ങളുണ്ടോ, ആ അടിഞ്ഞാട്ടങ്ങൾക്കുള്ള പരിഹാരമാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം. കാരണം ലോകത്ത് ഈസാ, യേശു എന്നുള്ളത് വലിയ സംസാരമാണ്, വലിയ പ്രശ്നമാണ്. കാര്യം ലോകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ അത് സംബന്ധിച്ച് കടന്നു വന്നു. ആ കടന്നു വന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വിശുദ്ധ ദീൻ വളരെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആല ഇംറാൻ ഏതൊരു അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു വെച്ചു. സൂറത്തു മറിയം ഏതൊരു അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു വെച്ചു. അതിലൂടെ നിരന്തരമായി വിശുദ്ധ ഖുർആൻ പല തത്വങ്ങളും ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു. പക്ഷേ പലപ്പോഴും അതൊരു റിലീജിയസ് സബ്ജക്റ്റായാണ് ആളുകൾ മനസ്സിലാക്കിയത്, ഒരു മത സബ്ജക്റ്റ് ആയിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയതല്ല. അത് വലിയൊരു പൊളിറ്റിക്സ് ആണ്. ലോകം നേരിടുന്ന അല്ലെങ്കിൽ ലോകം കാണുന്ന വലിയൊരു പൊളിറ്റിക്സ് ആണ്. അത് പൊളിറ്റിക്സ് ആണ് എന്ന് പറയുമ്പോ ആ പൊളിറ്റിക്സിൽ ഏറ്റവും വലിയ ടെററിസം ഉൾക്കൊണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഭീകരത ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഭീകരതയെ മുച്ചൂടും അഴിച്ചറിയുന്ന, അതിനെ മുഴുവനും അഴിച്ചു മാറ്റുന്ന അടിസ്ഥാനപരമായ ആശയമാണ് വിശുദ്ധ ഖുർആൻ അതിലൂടെ കൈവച്ചത്. കേവലം കള്ളുകുടിക്കരുത് എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, അതുപോലെ തന്നെ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അതുപോലെ അന്യന്റെ സമ്പത്ത് മോഷ്ടിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്. നേരെ മറിച്ച് ഈ അടിസ്ഥാന വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകൾ മാറ്റിവെച്ചു. ചരിത്രം പഠിക്കുമ്പോ, ലോകഘടന മനസ്സിലാക്കുമ്പോ, ആ വേൾഡ് പൊളിറ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇന്ന് ലോകം തേടുന്ന സമാധാനം എവിടെയാ ഉള്ളത്? ആ സമാധാനമുള്ളത് ഖുർആനിലാണ്, വിശുദ്ധ ഖുർആനിലാണ്. ഇന്ന് നമുക്കറിയാം, ഫലസ്തീനിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനോസൈഡുകളിൽ അഥവാ വംശഹത്യകളിൽ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? അതിനു മുമ്പ് നമ്മൾ ഹോളോകോസ്റ്റ് കണ്ടിട്ടുണ്ട്, അഥവാ ജൂത സമൂഹത്തെ മുഴുവനും മുച്ചൂടും തകർത്തെറിഞ്ഞ, അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വലിയ പ്രോപ്പഗണ്ടകൾ സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ പല രേഖകളും നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ആ കാലഘട്ടം അഥവാ ഏതാണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ 1800 എന്ന് പറഞ്ഞാൽ അതേ മുസ്ലിം ഉമ്മത്ത് ഒരു ഭാഗത്ത് തങ്ങളുടേതായ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേക ഒരു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അഥവാ ജൂത സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായ വേട്ടയാടലുകൾ നടക്കുകയുണ്ടായി. എന്നിന്റെ പേരില്ല? യേശുവിന്റെ പേരിൽ, ക്രൈസ്തവതയുടെ പേരിൽ. കാരണം ആ യഹൂദന്മാരാണ് യേശുവിനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്നവർ. പ്രത്യേകമായ സംജകൾ പോലും അതിനുവേണ്ടി രൂപപ്പെട്ടു. എന്ന് പറയുന്ന സംജ പോലും, അഥവാ യേശുവിനെ കൊന്നവരാണ് ജൂതന്മാരെന്ന് പറയുന്ന സംജ രൂപപ്പെടുത്തി. ലോകത്ത് നടന്ന വേട്ടകൾ എത്രയാണ്! ചരിത്രത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. യൂദറബിയായ യൂസഫ് ഐസൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, 700-ലധികം പേജുകളുള്ള പുസ്തകം, മിറാക്കിളസ് ജേർണി എന്ന പേരിൽ. ആ മിറാക്കിളസ് ജേർണി എന്ന പുസ്തകത്തിൽ
10 ആന്റി സെമിറ്റിക് മിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കൊടുത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അഥവാ നിരന്തരമായി ജൂതന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി അക്കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ ഭരണാധികാരികൾ രൂപപ്പെടുത്തിയ പ്രോപ്പഗണ്ടകൾ, അതിനുവേണ്ടി അവർ പറഞ്ഞു വരത്തിയ മിത്തുകൾ, ആ മിത്തുകളെ സംബന്ധിച്ചിടത്തോളം പലതും രസകരമാണ്, പലതും തമാശകളാണ്. ബ്ലഡ് ലൈബൽ അടക്കം, റിച്വൽ മർഡർ അടക്കം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി നിരവധി കഥകൾ നിർമ്മിച്ചുണ്ടാക്കിയവർ യൂതന്മാരെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊന്നു. അവർ കിണറ്റിൽ വിഷം കലക്കുന്നവരാണെന്ന് പറഞ്ഞു കൊന്നു. അവരുടെ ബ്ലഡ് പൊല്യൂട്ടഡ് ആണ്, അഥവാ പ്ലേഗ് പരത്തുന്നത് ജൂതരക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതേ പിശാചിന്റെ ഡെവിൾസിന്റെ മക്കളാണ് എന്ന് വാദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവരുടെ സ്മെല്ല് സൾഫറിന്റെ സ്മെല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ വാൻഡറിംഗ് ജൂ എന്ന് പറയുന്ന അവരുടെ ഒരു സാങ്കല്പിക ലോകത്ത് ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിച്ചുകൊണ്ട്, അങ്ങനെ പല പേരുകൾ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായി പലവിധ പ്രോപ്പഗണ്ടകളും അവരുണ്ടാക്കിക്കൊണ്ടിരുന്നു. പല പേരുകളിൽ ജൂതന്മാരെ കൊന്നുതള്ളിക്കൊണ്ടിരുന്നു എന്ന് പറയും നമ്മളല്ല. മിറാക്കിളസ് ജേണി എന്ന് പറയുന്ന പുസ്തകത്തിൽ റബ്ബി യൂസുഫ് ഫൈസൻ തെളിവുകൾ നിരത്തി, അക്കാലഘട്ടത്തിൽ ഇറങ്ങിയ സാഹിത്യങ്ങൾ നിരത്തി. ജൂത റബ്ബി തന്നെ അത് നമുക്ക് പറഞ്ഞു തരികയാണ്. പല കാരണങ്ങൾ പറഞ്ഞു, ലോകത്തിന്റെ മൂക്കുമൂലകളിൽ ഒന്നും തന്നെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഞങ്ങളെ അട്ടിപ്പുറത്താക്കി, ഞങ്ങളെ കൊന്നുതള്ളി, ഗ്യാസ് ചേമ്പറുകളിൽ ഇട്ട് ഞങ്ങളെ കത്തിച്ചു ധരിച്ചു. ഈ രൂപത്തിൽ നിരന്തരമായി ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 1800 വരെ 1800 വരെ ജൂതന്മാരെ ഈ രൂപത്തിൽ പല പേരുകളിൽ ക്രൈസ്തവർ കൊന്നുകൊണ്ടിരിക്കുമ്പോ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇല്ല കേട്ടോ, ജൂതൻ ഈസാ നബിയെ കൊന്നിട്ടില്ല, ജൂതൻ ഈസാ നബിയെ കൊന്നിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവർക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിട്ടുണ്ട്, അവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നാ ഖതൽനാ ഈസ ഇബ്ന മറിയം, ഞങ്ങൾ മറിയമിന്റെ പുത്രൻ ഈസയെ കൊന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല, അവർ കൊന്നിട്ടില്ല. ഇത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയാൻ, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഒരിക്കലും അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ അവർ കുരിശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, എന്നാൽ അവർക്ക് സദൃശ്യപ്പെടുത്തപ്പെട്ടതാണ്, ആള് മാറിയതാണ് എന്ന് മാത്രമല്ല പറഞ്ഞു, ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, അവർ വല്ലാത്ത സംശയത്തിലാണ്, ഒരു തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅൻ, ഈ വിഷയത്തിൽ അവർക്ക് ഒരു വിവരവുമില്ല, അവര് വിവരക്കേടിലാണുള്ളത്, ഊഹങ്ങളെ പിൻപറ്റുകയാണ് അവർ ചെയ്യുന്നത്. വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായും ജൂതൻ ഒരിക്കലും ഈസാ നബിയെ കൊന്നിട്ടില്ലെന്ന് ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞു. പക്ഷേ ക്രൈസ്തവ ലോകം അത് സ്വീകരിച്ചില്ല, ക്രൈസ്തവ ലോകം അത് മനസ്സിലാക്കിയിട്ടില്ല, ക്രൈസ്തവ ലോകം അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1800 വരെ 1846 വരെ നിരന്തരമായി ഞങ്ങളുടെ യേശുവിനെ ഇവർ കൊന്നവരാണ്, ഇവരെ ഞങ്ങൾ വെച്ചേക്കില്ല, ഇവരെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി പല പ്രോപ്പഗണ്ടകളും ഉണ്ടാക്കിക്കൊണ്ട് ജൂത സമൂഹത്തെ നിരന്തരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷെ 1846 അവർക്ക് ഒരു ബോധോദയം ഉണ്ടായി. എന്താണ് ആ ബോധോദയം? അത് മറ്റൊന്നുമല്ല, ഈസാ നബിയെ ജൂതന്മാർ കൊന്നിട്ടില്ല. കത്തോലിക്ക സഭ അത് പാസാക്കാൻ അവരുടേതായ യോഗങ്ങൾ കൂടുന്നു, മാത്രമല്ല പ്രോപ്പഗണ്ടകൾ സൃഷ്ടിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അറിയപ്പെട്ട ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവതയിലേക്ക് മാറിയ ഒരാളുടെ പ്രഭാഷണം കേട്ടുകൊണ്ടാണ് വന്നത്. അദ്ദേഹം ആ പ്രസംഗത്തിൽ ആവർത്തിക്കുകയാണ്, യേശുവിനെ കൊന്നതിൽ ജൂതന്മാർക്കൊരു പങ്കുമില്ല, യേശുവിനെ കൊന്നതിൽ ജൂതന്മാർക്കൊരു പങ്കുമില്ല എന്ന് ഇന്ന് ഒരു പ്രഭാഷണം മലയാളത്തിലെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹം അതിന്റെ തെളിവ് നിരത്തുകയാണ്. ഇതല്ലടോ ഖുർആൻ പറഞ്ഞത്, വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായും അവർ യേശുവിനെ കൊന്നിട്ടില്ല, ഈസാ നബിയെ കൊന്നിട്ടില്ല എന്ന്. 1846 വരെ വിശുദ്ധ ഖുർആനിന്റെ ഈ തത്വത്തെ അവഗണിച്ചതിന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട ഗ്യാസ് ചേമ്പറിൽ കിടന്ന് കരിഞ്ഞ എത്രയോ ലക്ഷം ജൂത സമൂഹം, അവരോട് നിങ്ങളെന്ത് മറുപടി പറയും? എന്നാൽ 1846 അവരെ സംബന്ധിച്ചിടത്തോളം ജൂത സമൂഹം ദൈവമക്കളായി. ക്രൈസ്തവ സമൂഹം നമുക്കറിയാം 1800 രൂപപ്പെട്ട ഇവാഞ്ചലിക്കൽ തിയറി പ്രകാരം ജൂത സമൂഹം സംശുദ്ധമാക്കപ്പെട്ടു.
പുതിയ ബൈബിൾ അതിന്റെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി, സ്കോഫീൽഡ് ബൈബിൾ പോലെയുള്ള ബൈബിൾ എഴുതിയുണ്ടാക്കി. അതിലൂടെ വിശുദ്ധരായി, അതേ ദൈവമക്കളായി, ദൈവത്തിന്റെ ആളുകളായി ഈ യഹൂദ സമൂഹത്തെ പരിവർത്തിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴോ അവരെ സംബന്ധിച്ചിടത്തോളം 1846 ശേഷം പുതിയ രൂപത്തിലേക്ക് അതേ യഹൂദ ലോബി ആ ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് മുക്തരാണ് എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം മറ്റൊരു ഭീകരതയിലേക്കാണ് അവർ വഴിമാറിയത്. ആ ഭീകരതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഫലസ്തീനിൽ നടക്കുന്ന ഭീകരത. 1846 ശേഷം അവർ ചിന്തിച്ചു, അല്ലെങ്കിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു തിയറി അവർ സ്ഥാപിച്ചെടുത്തു. ആ സ്ഥാപിച്ചെടുത്ത തിയറിയാണ് ഫലസ്തീനിലേക്ക് ബിബ്ലിക്കൽ പ്രൊഫസി പ്രകാരം, ബൈബിളിന്റെ പ്രവചന പ്രകാരം ജൂതന്മാർ, യഹൂദ ലോബി അല്ലെങ്കിൽ ജൂത സമൂഹം അവിടേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തമാണ് പിന്നെ അവർ രൂപപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ജൂതൻ കുറ്റമുക്തനാണ് എന്ന് മാത്രമല്ല, ജൂത സമൂഹം ജെറുസലേമിന്റെ മണ്ണിൽ അവിടെ അധികാരം വാഴുന്നൊരു കാലമുണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ രാജാവായി യേശു മടങ്ങി വരികയുള്ളൂ എന്ന സിദ്ധാന്തം അവർ രൂപീകരിച്ചു, പ്രഖ്യാപിച്ചു. ആൻഡ് ഇറ്റ്സ് നെസസറി ഫോർ ജീസസ് ടു റിട്ടേൺ ടു എർത്ത് ആസ് ഇറ്റ്സ് കിങ്. രാജാവായി യേശു മടങ്ങി വരണമെങ്കിൽ ജെറുസലേമിന്റെ മണ്ണിൽ ദൈവമക്കളായ യഹൂദികൾ അധികാരം വാഴുന്നിടത്തേക്ക് കാലം മറിയണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത രംഗത്തേക്ക് അവർ ചുവടുമാറുകയാണ്. ഒരു കാലഘട്ടം, അഥവാ 1846 വരെ ഒരബദ്ധ വിശ്വാസത്തിൽ ലോക ഭീകരത അത് അഴിച്ചുവിടുകയും ജൂത സമൂഹത്തെ ജനോസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത അവസ്ഥയിൽ നിന്ന് മാറി പുതിയ രൂപത്തിലേക്ക് അവരുടെ വിശ്വാസത്തെ കൺവെർട്ട് ചെയ്യുമ്പോ, പുതിയ രൂപത്തിലേക്ക് അവർ പോകുമ്പോ വീണ്ടും പഴയ ജാഹിലിയത്തിലേക്കാണ് അവർ വീണു പോകുന്നത്. ഈ ഒരു പ്രശ്നം ലോകത്ത് വലിയ പ്രശ്നമായി നിൽക്കുമ്പോ അവിടെ പരിഹാരം പറയാൻ ലോകത്ത് കഴിയുന്ന ഏകമതം അള്ളാഹുവിന്റെ മതമല്ലാതെ, ദീനുൽ ഇസ്ലാം അല്ലാതെ, ഖുർആൻ അല്ലാതെ, അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഹദീസ് അല്ലാതെ മറ്റൊരു വാചകവും നമുക്ക് കാണാൻ കഴിയില്ല. ലോകം ആഗ്രഹിക്കുന്ന പ്രശ്നപരിഹാരം, അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് പറയുകയാണ്. ലോകം മുഴുവനും ആവശ്യപ്പെടുകയാണ്. പച്ചക്കരളുള്ള സർവ്വ മനുഷ്യരും ആവശ്യപ്പെടുകയാണ്. ഈ അനാവശ്യമായ കൂട്ടക്കുരുതി, നരഹത്യ, മനുഷ്യരെ, അതും പിഞ്ചോമനകളെ, എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ, കാലിലെ ചുവപ്പ് മാറാത്ത മക്കളെ പട്ടിണി കിട്ടുകൊള്ളുന്ന ഈ ക്രൂരത അവസാനിക്കണമെന്ന് പറയുമ്പോ, അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ നമുക്കറിയാം മതത്തിന്റെ ഭ്രാന്ത് തലക്കുകയറുകയും വിവരക്കേടുകളെ മതമാക്കുകയും ജാഹിലിയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അതേ മേഞ്ഞു നടക്കുകയും ചെയ്യുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്രാവാക്യങ്ങൾ കൊണ്ട് തിരുത്താൻ സാധ്യമല്ല. കാരണം തെറ്റായൊരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു മടങ്ങി വരണമെങ്കിൽ 1000 കൊല്ലത്തെ അതേ കിങ്ഡം എന്ന് പറയുന്ന ആ ശോഭനീയമായ ലോകം തിരിച്ചു കിട്ടണമെങ്കിൽ, ലോകത്തെ മുഴുവനും യേശുവിന്റെ തണലിൽ അധികാരം വാഴുന്ന ഒരു താളക്രമം ഉണ്ടാകണമെങ്കിൽ ആ ജെറുസലേമിന്റെ മണ്ണിൽ, ഫലസ്തീന്റെ മണ്ണിൽ ജൂതന്മാരെ കുടിയിരുത്തണമെന്ന് പറയുന്ന ലോക സാമ്രാജ്യത്തെ ശക്തികളുടെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കൃത്യമായ വർക്ക് നടക്കുമ്പോ നമ്മുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ അവർക്ക് കഴിയില്ല. ലോകത്തിന്റെ ആവശ്യം കേൾക്കാൻ അവർക്ക് കഴിയില്ല. ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതുപോലെ 1846 വരെ ജൂത സമൂഹത്തെ നിരന്തരമായി വേട്ടയാടി പീഡിപ്പിച്ചപ്പോ ഖുർആൻ ആവർത്തിച്ചവരോട് പറഞ്ഞു, കൂട്ടരെ നിങ്ങൾ അവരെ കൊല്ലരുത്. ഒരു ജൂതനും യേശുവിനെ കൊന്നിട്ടില്ല എന്ന്, ജൂതൻ യേശുവിനെ കൊന്നിട്ടില്ല എന്ന്, യഹൂദി ഒരിക്കലും ആ യേശുവിനെ ഈസാ നബിയെ കൊന്നിട്ടില്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് അതിന് ചെവി കൊടുക്കാതെ 1846 വരെ പാവം മനുഷ്യരെ കൊന്നൊടുക്കിയ ആളുകൾ അതേ തെറ്റായ ചിന്താ പ്രസ്ഥാനം തലയിലേറ്റിക്കൊണ്ട് തന്നെ അടുത്ത ഭീകരതയ്ക്ക് തുടക്കമിടുമ്പോ ലോകത്തിന്റെ മുന്നിൽ അതേ കൃത്യമായ ആദർശം പറയുന്ന, ലോക രാഷ്ട്രീയത്തിന്റെ മുന്നിൽ കൃത്യമായ നിലപാട് പറയുന്ന വിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ ലോകത്തൊരു സമാധാനം, ആ സമാധാനത്തിന്റെ തിരിച്ചുവരവുണ്ടാവുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദീനിന്റെ ദഅവത്ത് എന്നുള്ളത് ചെറിയ കാര്യമല്ല, ഇസ്ലാമിന്റെ പ്രഘോഷണം എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ലോക സമാധാനത്തിന് ആവശ്യമാണ്, ലോകത്തിന്റെ താളക്രമം കൃത്യമാക്കുന്നതിന് ആവശ്യമാണ്, ലോക സമൂഹത്തിന്റെ ഉദ്ധാനത്തിന്, വിജയത്തിന്, ഉയർച്ചക്കത് ആവശ്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവികതയ്ക്ക് മുന്നിൽ പറയുകയാണ്, നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾക്ക് ഉയരണോ, ആ വിജയത്തിന്റെ ആ ഔന്നിത്യം നിങ്ങൾക്ക് നേടണോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ലോകത്തിന്റെ മുന്നിൽ കൃത്യമായ ആശയതലങ്ങളെ സമർപ്പിക്കാൻ കഴിയുന്ന വഹീന്റെ പിൻബലമുള്ള ആകാശബന്ധിതമായ ആദർശം അത് ഇസ്ലാം മാത്രമാണ്, അത് ഇസ്ലാം മാത്രമാണ്, അത് ഇസ്ലാം മാത്രമാണ്. ആ പരിഹാരത്തിലേക്ക്
ലോകത്തെ തിരിച്ചുവിടാൻ നമുക്ക് കഴിയണം. പ്രബോധകർക്ക് കഴിയണം, ഈ പ്രസ്ഥാനത്തിന് കഴിയണം, ഈ സമ്മേളനത്തിന് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ദീനിന്റെ സുന്ദരമായ പ്രവാചകൻ പറഞ്ഞതുപോലെ മഹത്തത്തുൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമായ സുന്ദരമായ ദീനിന്റെ ആശയതലങ്ങളെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എല്ലാവരും അരയും തലയും മുറക്കി ഇറങ്ങുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിൽ മുഅ്മിനീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.